നെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ് കഴിഞ്ഞ 2-3 എപ്പിസോഡായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിലെ ഓരോ വാക്കുകളും പറയുമ്പോഴേ അത് അങ്ങോട്ട് കംപ്ലീറ്റ് ആവുന്നില്ല. അതുകൊണ്ടാണ് ഇത് വീണ്ടും ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ചിന്തിച്ച 3 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കുക. രണ്ടാമത്, ലോകത്തിന് അനുരൂപരാകരുത്. മൂന്നാമത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. എന്നാൽ എന്നോട് ചേർന്ന് കുറച്ചും കൂടി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നുള്ളതിനെക്കുറിച്ച് അല്പം കൂടി ചിന്തിക്കാനായിട്ടുള്ളതുകൊണ്ട് അതിനകത്ത് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം അതിനെക്കുറിച്ചും കൂടെ പറയേണ്ടതുണ്ട്. അത് തീർന്നിട്ടില്ല. അത് നമ്മൾ തുടർന്ന് ചിന്തിക്കുകയാണ്. രൂപാന്തരത്തിന് 3 വശങ്ങളുണ്ട് എന്ന് നമ്മൾ മറന്നുപോലും. ഒന്ന്, ആത്മാവിലുള്ള രൂപാന്തരം. കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോൾ ആത്മാവിലുള്ള രൂപാന്തരം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിക്കുമ്പോൾ കഴിഞ്ഞ വായിച്ചാണ് 2 കൊരിന്ത്യർ 3:18 നമ്മൾ ആത്മാവിൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് കർത്താവിനെ പോലെ പ്രതിരൂപമായി തീരുന്ന അനുഭവം 2 കൊരിന്ത്യർ 3:18 നമ്മൾ വായിച്ചാണ്. അതാണ് ആത്മാവിലുള്ള രൂപാന്തരം. 2, ഇവിടെ നമ്മൾ പറഞ്ഞ റോമർ 12:2 വാക്യത്തിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നത് ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. എന്നാൽ ആ രൂപാന്തരത്തിൻ്റെ ഫലമായി നമുക്ക് എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, മനസ്സ് പുതുക്കുമ്പോൾ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നത് തിരിച്ചറിയാൻ കഴിയും. അതായത് നമ്മുടെ മനസ്സ് പുതുക്കുമ്പോഴാണ് ദൈവഹിതം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. 3ാമത്തെ രൂപാന്തരമാണ് ശരീരത്തിൻ്റെ രൂപാന്തരം. ഇത് കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ മാത്രമേ നടക്കുകയുള്ളൂ. കണ്ണിമയ്ക്കുന്നതിനിടയിൽ നമ്മൾ രൂപാന്തരപ്പെടും. ഫിലിപ്പിയർ 3:21 അവൻ്റെ പ്രതിരൂപമായിട്ട് നമ്മൾ രൂപാന്തരപ്പെടും. 1 കൊരിന്ത്യർ 15:52 ഇതെല്ലാം പറയുന്ന റെഫറൻസ് അതാണ്. നമ്മൾ ശരീരത്തിൽ നമ്മൾ രൂപാന്തരപ്പെടും. കർത്താവ് വരുമ്പോഴേ അവനെ പോലെ നമ്മളായിത്തീരും എന്നുള്ള രൂപാന്തരം. അപ്പോഴേ ദൈവഹിതം തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഹിതമല്ല ദൈവത്തിൻ്റെ ഹിതം. കർത്താവ് ഇതാണ് പ്രാർത്ഥിച്ചത്, എൻ്റെ ഹിതമല്ല ദൈവമേ അങ്ങയുടെ ഹിതം തന്നെ നടക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാനായിരുന്നു പൗലോസിൻ്റെയും പ്രാർത്ഥന. അപ്പോസ്തല പ്രവൃത്തി 22:14 പൗലോസിൻ്റെ രൂപാന്തരത്തെക്കുറിച്ച് പറയുമ്പോഴേ പൗലോസ് പറയുകയാണ്, അപ്പോൾ അവൻ എന്നോട് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തൻ്റെ ഇഷ്ടമറിയുവാനും നീതിമാനായവനെ കാണുവാനും അവൻ്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. ഇവിടെ ദൈവം നിന്നെ തൻ്റെ ഇഷ്ടമറിയുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെയാണ് അറിയുക പൗലോസ്? ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയുമ്പോഴാണ് ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാകുന്നത്. ദൈവഹിതമാണ് ഇവിടെ പറയുന്നുണ്ട്, പൂർണ്ണത ഉള്ള ദൈവഹിതം. ദൈവഹിതമാണ് നമ്മുടെ പൂർണ്ണതയുടെ മാനദണ്ഡം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ദൈവഹിതം വെളിപ്പെടുത്തുന്നത് ദൈവവചനത്തിൽ കൂടിയാണ്. മനുഷ്യഹിതമോ മനുഷ്യ അഭിപ്രായമോ എത്ര ഉത്തമമായിരുന്നാലും ദൈവവചനത്തിൽ നിന്നുള്ള ദൈവഹിതത്തിന് ഉപരിയാകുകയില്ലാതെ അത് ദൈവപ്രസാദമായിരിക്കുകയില്ല. അതുകൊണ്ട് ദൈവവചനപ്രകാരമാണ് ദൈവഹിതം വെളിപ്പെട്ട് നമുക്ക് കിട്ടുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ റെവലേഷനായിട്ട്, വെളിപ്പാടുകളായിട്ട് ദൈവം ഹിതം വെളിപ്പെടുത്തി കൊടുക്കാറുണ്ട്. എന്നാൽ അത് ദൈവവചനത്തിനോട് കോൺട്രഡിക്റ്റ് ചെയ്യുന്നതല്ല, ദൈവവചനത്തോട് ചേർന്നുള്ളതായിരിക്കും. ചില കാര്യങ്ങളൊക്കെ സ്പെസിഫിക്കായിട്ട് ദൈവം സംസാരിക്കുകയും വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ദൈവഹിതം. അതുകൊണ്ട് നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോഴാണ് ദൈവഹിതം എന്തെന്ന് വെളിപ്പെടുന്നത്. ചില കോമണായിട്ട് പറയാനായിട്ടുള്ള ചില ദൈവഹിതങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ, ഒന്ന്, ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ദൈവത്തിൻ്റെ ഒരു ഹിതം എന്ന് പറയുന്നത് സകല മനുഷ്യനും രക്ഷ പ്രാപിക്കണം എന്നുള്ളതാണ്. അത് ദൈവത്തിൻ്റെ ഹിതമാണ്. 1 തിമോത്തിയോസ് 2:4 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, സകല മനുഷ്യനും രക്ഷ പ്രാപിക്കണം. അത് ദൈവത്തിൻ്റെ ഹിതമാണ്. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമായിരുന്നു സാത്താൻ്റെ അടിമത്തത്തിലായിരുന്ന നമ്മെ എല്ലാം വിടുവിക്കണമെന്ന്. എന്നുവെച്ചാൽ നമ്മെ ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിക്കണമെന്ന് ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഗലാത്യർ 1:4 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മളെ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്കാക്കണം, അല്ലെങ്കിൽ ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിക്കണം. നേരത്തെ വായിച്ച വാക്യം 1 തെസ്സലോനിക്കർ 4:3 നമ്മുടെ വിശുദ്ധീകരണം ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ വിശുദ്ധീകരണം തന്നെ. അതുപോലെ
ദൈവത്തിൻ്റെ ഇഷ്ടമാണ് 1 തെസ്സലോനിക്കർ 5:18 എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസവും ഇതിനെക്കുറിച്ച് ഞാൻ ഈ സ്തോത്രം ചെയ്യണമെന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കുന്നൊരു കാര്യം ഇതാണ്. ദൈവം എല്ലാം നമുക്ക് തന്നിരിക്കുകയാണ്. കാരണം ദൈവം സദാ വർത്തമാനകാലത്തിൻ്റെ ആളാണ്. നമുക്കാണല്ലോ ടൈം ഫാക്ടർ ഉള്ളത്. അത് എല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ എന്ത് ദൈവത്തോട് അപേക്ഷിച്ചാലും സ്തോത്രത്തോട് അർപ്പിക്കണമെന്ന് പറയുന്നത് കൊണ്ടാണ് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. ഇറ്റ് ഈസ് ദെയർ ഓൾറെഡി. നമ്മുടെ ടൈം ഫാക്ടറിൽ നമുക്കത് കിട്ടും. നമ്മൾ ദൈവത്തെ എപ്പോഴും എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. അത് 1 തെസ്സലോനിക്കർ 5:18 പറയുന്നു. അതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് കഷ്ടത സഹിക്കണം. കഷ്ടതയിലാണ് റിവാർഡ്സ് ഉള്ളത്, ഉയർത്തെഴുന്നേൽപ്പുള്ളത്, തേജസ്കരണമുള്ളത്. അതുകൊണ്ട് കഷ്ടം സഹിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് കഷ്ടം സഹിക്കുക എന്ന് പറയുന്നത്. അതുപോലെ ദൈവത്തിന് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത്. ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ദൈവഹിതമാണ് ദൈവത്തെ ആരാധിക്കുക. ഒരുപാട് റെഫറൻസ് ഉണ്ട്. റോമർ 12:12, 1 യോഹന്നാൻ 2:17, എഫേസ്യർ 6:6, ഇങ്ങനെ ഒരുപാട് റെഫറൻസ് ഉണ്ട്. ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ഹിതമാണെന്നുള്ളത്. ഏറ്റവും വലുതായിട്ടുള്ള ഒരു ഹിതമാണ് ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളത്. ദൈവത്തിൻ്റെ ഹിതമാണ്. ദൈവം അയച്ചതാരാണ്? യേശുക്രിസ്തുവിനെ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ഹിതമാണ്. അതിന് ഈ ദൈവത്തിൻ്റെ ഹിതം നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ ഹിതം. ഇത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടണം. ഒരു മെറ്റനോയ എഫക്റ്റ് നിങ്ങളുടെ മനസ്സിന് വന്നാൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോഴേ നമ്മൾ 2 വാക്യങ്ങളിൽ ഏകദേശം തീർന്നു എന്ന് പറയാം. അല്ല, പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത് ഇത്രയും പറഞ്ഞ, ഒന്ന്, നമ്മുടെ ശരീരത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. രണ്ടാമത് പറഞ്ഞത് ലോകത്തിന് അനുരൂപരാകരുത്. മൂന്നാമത് പറഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നാലാമത് പറഞ്ഞത് ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം. ഈ 4 കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്. ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കയറുകയാണ്. 3-ാം വാക്യം തൊട്ട് 8-ാം വാക്യം വരെ ഉള്ള ഭാഗം ഒന്ന് വായിക്കാം. അത് സമയമുള്ളതനുസരിച്ച് നമുക്ക് ചിന്തിക്കാം, ഇല്ലെങ്കിൽ തുടർമാനമായിട്ട് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാവണ്ണം ഭാവിക്കണം എന്ന് എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളോട് ഓരോരുത്തരും പറയുന്നു. ഒരു ശരീരത്തിന് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ആയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവരെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവരെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. ഇത് സഭയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെർവിങ്, റിലേഷൻഷിപ്പ് വിത്ത് ഗോഡുമായിട്ട് ബന്ധപ്പെട്ട് സഭയിലെ നമ്മുടെ അവയവങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ സഭയിലുള്ള റെസ്പോൺസിബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. 3-ാം വാക്യത്തിൽ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധവണ്ണം ഭാവിക്കണം. സഭയിലുള്ള നമ്മുടെ ഉത്തരവാദിത്വം. ചില ആളുകളുണ്ട്, ദൈവം വിളിക്കാതെ പോലും അവർ ലീഡേഴ്സായിട്ട് അവർ സംതിങ് ആണെന്ന് പ്രൈഡ് കാണിച്ച് ഭാവിച്ചുയരുന്ന ചില ആളുകളുണ്ട്. ഇവിടെ പ്രത്യേകം പറയുന്നത് കർത്താവ് അവനവന് വന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് സുബോധമാകുന്ന ശുശ്രൂഷ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ലഭിച്ചതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണം. അതുപോലെ വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിനെന്ന് പറഞ്ഞ് 16-ാം വാക്യത്തിലുണ്ട്. ചില ആളുകൾ എളിയവരോട് കൂടാതെ വലിപ്പം ഭാവിച്ച് പ്രൈഡായി ലീഡർഷിപ്പ് ലെവലിലേക്ക് നിന്ന് കഴിയുമ്പോൾ കർത്താവിനവിടെ പ്രവർത്തിക്കാൻ പറ്റാതെ വരും. അതാണ് ഇവിടെ പറയുന്ന ഒരു കാര്യം. എനിക്ക് ലഭിച്ച കൃപയാൽ അപ്പോസ്തലത്വം, അതാണ് ഇവിടെ ലഭിച്ച കൃപ. അതുപോലെ കൃപാവരങ്ങൾ, അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കുകയും അത് ആർക്കും തന്നെ
അതിൽ പ്രശംസിക്കുവാനായിട്ട് ഉള്ള അവകാശമില്ല എന്നും താഴ്മയോട് പ്രബോധനം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. വിശ്വാസികൾ അവരുടെ താലന്തുകളെ വില കൂട്ടി കാണിക്കുകയോ വില കുറച്ച് കാണിക്കുകയോ അരുത്. പിന്നെയോ ഓരോരുത്തരും ദൈവം കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് പങ്കിട്ടതുപോലെ അത് ശരിയായി വിലയിരുത്തണം. നമുക്കറിയാം, എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ദൈവം കൊടുത്തിട്ടുണ്ട്, വരങ്ങളെ കൊടുത്തിട്ടുണ്ട്, കൃപയാലുള്ള വരങ്ങൾ. ഈ ഗിഫ്റ്റ്സ് ഓഫ് ഗ്രേസ്, കൃപയുടെ ദാനങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത്. കൃപാദാനം, ഗിഫ്റ്റ്. അത് എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല തോന്നുമെങ്കിൽ ദൈവത്തെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളോട് അത് പറഞ്ഞു തരും എന്താണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. എന്നാൽ അതിന് മീതെ നമ്മൾ ഭാവിച്ചു വരാതെ, എന്നുവെച്ചാൽ അഹന്ത പാടില്ല. ഈ പ്രായം കൂടുന്തോറും സാധാരണ വരേണ്ടതാണ് മെച്യൂരിറ്റി. എന്നാൽ അത് വന്നില്ലെങ്കിൽ അവിടെ പ്രൈഡ് ധാരാളമായിട്ടുണ്ട്, അഹന്തയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ടാണ് സുബോധമാവണ്ണം ഭാവിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങൾ, ദൈവം തന്നിരിക്കുന്ന കൃപാദാനങ്ങൾ നമ്മൾക്ക് ഉണ്ടെങ്കിലും അതിന് മീതെ നമ്മൾ ഭാവിക്കാതെ സുബോധമാവുന്ന വണ്ണം നമ്മൾ ഭാവിക്കണം എന്ന് പറയും. വീണ്ടും താഴോട്ട് പറയുമ്പോഴേ 4-5 വാക്യങ്ങളിൽ ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ടെങ്കിലും എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്ന്. അതുപോലെ പലരായി നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. ഒരേ ശുശ്രൂഷയല്ല എല്ലാവർക്കും തന്നിരിക്കുന്നത്. ഒരു സഭയെ ശരീരത്തോട് ഉപമിക്കുന്ന പൗലോസിൻ്റെ ശൈലി ഇത് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലും കാണുന്നുണ്ട്. ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ വൈവിധ്യത്തിൽ ഏകത്വം എന്ന തത്വം ഇവിടെ വെളിപ്പെടുത്തിയാണ്. ഓരോരുത്തർക്കും പ്രത്യേകമായിട്ടുള്ള കൃപാവരമുണ്ട്. എന്നാൽ ശിരസ്സായ കർത്താവിനോട് അതെല്ലാം യോജിച്ചിരിക്കുകയാണ്. വൺ ബോഡി, ഡിഫറെൻറ്റ് ബോഡി പാർട്സ് ഹാവിങ് ഡിഫറെൻറ്റ് ഫങ്ഷൻ. ഇപ്പം കണ്ണും, ചിലർ കണ്ണാണ്, ചിലർ ചെവിയാണ്, ചിലർ നാവാണ്. എന്നാൽ ഇവർ തമ്മിൽ പോരാടാൻ പാടില്ല. കണ്ണ് പറയുക നീ യൂസ്ലെസ്സാണ്, നിന്നെ വേണ്ട എന്ന് പറയാൻ പറ്റത്തില്ല. നാവ് വേണ്ട എന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ശരീരത്തിൽ തന്നെ ചില അവയവങ്ങൾ വലിയ പ്രാധാന്യമില്ലാത്തതാണെങ്കിൽ പോലും അത് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. ഈവൻ മുടി, ഹെയർസ് ശരീരത്തിൽ ആവശ്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് കളയേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും അതിൻ്റേതായ റോളുണ്ട്, അത് അത്യാവശ്യമാണ് എന്ന് പറയുന്നു. ഇവിടെ ഇങ്ങനെ ഈ രീതിയിലാണിത് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതും ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരം ഉള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നതിൽ, പ്രബോധിപ്പിക്കുന്നതെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നതിന് ഏകാഗ്രതയോട്, ഭരിക്കുന്നവൻ ഉത്സാഹത്തോട്, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടാകട്ടെ. അത് ഇവിടെ ഒരുപാട് ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നുണ്ട്. കൃപാദാനം ഒരുപാടെണ്ണം പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ പ്രാധാന്യമുള്ളതാണ് എന്ന് വീണ്ടും പറയുകയാണ്. നമ്മൾ ഈ കൃപാവരങ്ങളെക്കുറിച്ച് വീണ്ടും നമുക്ക് ചിന്തിക്കാം, വരുന്ന അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. നേരത്തെ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നിന്ന് ഇത് നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചും ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചും പറഞ്ഞപ്പോൾ വരങ്ങളെയും ആത്മാവ് തരുന്ന ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ധാരാളമായിട്ട് 3-4 എപ്പിസോഡിൽ ഈ വരങ്ങളെക്കുറിച്ച് പറഞ്ഞ് എങ്ങനെയാണ് സഭ ആ വരങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്നും എല്ലാം നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് വീണ്ടും അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഇതിനകത്ത് പറയുന്ന ഭാഗത്തിൽ ഇത് ടച്ച് ചെയ്ത് നമുക്ക് പോകാം എന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൃപാവരങ്ങളെക്കുറിച്ച് 12-6 മുതൽ 8 വരെയുള്ള കൃപാവരങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അത് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ പറയാനായിട്ട് ആഗ്രഹിച്ച ഒരേ ഒരു കാര്യം ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കുന്ന കാര്യവും, അതുപോലെ ദൈവം അളവിൽ നമുക്ക് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ നമ്മൾ സുബോധവണ്ണം നമ്മുടെ പ്രൈഡെല്ലാം നിർത്തി നമ്മൾ ഭാവിക്കണം, നമ്മളതനുസരിച്ച് വർക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി തീർന്നു എന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ സഹായിക്കണമേ. ഓരോ ആവശ്യങ്ങളിലിരിക്കുന്നവരെ പ്രത്യേകം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഹയർ എഡ്യൂക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട ചില മക്കൾ കർത്താവെ, മാതാപിതാക്കൾ ഇത് കാണുന്നു. കർത്താവെ, അവർക്ക് കുഞ്ഞുങ്ങളുടെ പഠനകാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടല്ലോ. ഇത് പ്രത്യേകം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വേണ്ടതായിട്ടുള്ള ഫൈനാൻസ് ക്രമീകരിക്കപ്പെട്ടിട്ടില്ല. അതുമാത്രമല്ല, അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല. ഏത് കോഴ്സിന് പോകണം എന്നുള്ള തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് കാണുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ചില വ്യക്തികൾ, ഇത് അവരുടെ ജീവിതത്തിലുള്ള ഒരു സ്പെസിഫിക് നീഡാണ്. അത് ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തക്കതായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് വഴികളെ തുറക്കണമേ, ആലോചന കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആവശ്യമായിട്ടുള്ള ആ പഠനത്തിനുള്ള ഫണ്ട്, ആ തുക കർത്താവെ വീട്ടിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവം ഈ ദിവസങ്ങളിൽ അതിനുള്ള കൃപ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ കർത്താവെ തടസ്സമുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം നീ വിടുവിക്കുന്ന ദൈവമായിട്ട് സ്തോത്രം. നിങ്ങൾ എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? ഈ സമയത്ത് തന്നെ വലിയൊരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. വിശ്വാസം ഒന്ന് ഏറ്റെടുക്കുമോ? കർത്താവെ, ആ കുഞ്ഞിൻ്റെ പഠനത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ വഴികളും നീ ഈ ദിവസങ്ങൾ തുറന്നു കൊടുക്കുകയും വേണ്ടതായിട്ടുള്ള ഡിസിഷൻസ്, തീരുമാനങ്ങൾ ശക്തമായി പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആയിരിക്കാനായിട്ട് സഹായിക്കും. എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. എല്ലാ ദിവസവും 9:30 മണിക്ക് നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ഡിവൈസിൽ എത്തിച്ചേരുന്നതാണ്. നിങ്ങളുടെ കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. പ്രാർത്ഥന റിക്വസ്റ്റ്, പ്രയർ റിക്വസ്റ്റ് ആ നമ്പറിൽ വിളിക്കുകയോ അത് ടൈപ്പ് ചെയ്ത് അറിയിക്കുകയോ ചെയ്താൽ ദൈവം നമ്മളെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം തരികയും ചെയ്യും. എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാനുള്ള ആ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ആൻസേഴ്സ് കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് പോസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയും ഉത്തരം കിട്ടുകയും ചെയ്യുന്നതാണ്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.